കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം വീടിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ വെള്ളം ഞാൻ ആഴ്ചക്ക് ഒരു ദിവസം മാത്രമേ വെള്ളം നനയ്ക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ ചെയ്യാനുള്ള ഇതാണ്. കാരണം ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ചോറ് ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് ഉണ്ടാക്കലാണ് എന്താണ് കറി ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അത് ഹാളിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പൂച്ചയിലോട്ട് പേടിയാണ് എനിക്ക് അതൊക്കെ തട്ടിയിടുന്നതിന്. പക്ഷെ അവനത് തട്ടിയിടാറില്ല ഇതുവരെ. പിന്നെ തേങ്ങ എടുത്തു. ഇനിയിപ്പം തേങ്ങയുടെ വെള്ളം കുടിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതല്ല. അപ്പോൾ ഇനി പരിപ്പും എന്താ പറയുക പപ്പായയും കൂടി ഒരു എരിശ്ശേരി വെക്കണം. പിന്നെ ഒരു പാവക്ക ഫ്രൈ, പിന്നെ ഒരു അന്നുണ്ടായ ചക്ക ഫ്രിഡ്ജിലുണ്ടായ അത് തോരണം. ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഫ്രൈ ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് പാവക്കയിലിട്ടിട്ട് അതങ്ങനെ ഫ്രൈ ചെയ്യണേ കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ചക്ക ഞാൻ ഒരു കുക്കറിൽ ഒരു ചെറിയ വിസിലടിച്ചിട്ട് ഒറ്റൊരു വിസിലടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ നല്ലോണം വെളിച്ചെണ്ണയിട്ട് കടുക് വറുത്തിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ അതിലേക്ക് ഇടുകയാണേ ചെയ്യാം. അത് പിന്നെ പെട്ടെന്നാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ചെഞ്ചട്ടി തന്നെ ഞാൻ വിചാരിച്ചു കഴുകൊന്നും ചെയ്യേണ്ട, പാവക്ക അതിലേക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലിടക്ക് ഞാൻ പപ്പായയും പരിപ്പും കൂടി ഒരു എരിശ്ശേരി വെക്കുന്നുണ്ട് കേട്ടോ. അത് തേങ്ങയും ജീരകവും മഞ്ഞളും മുളകും ഇട്ട് അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണ് അത് കറി വെക്കുക. പിന്നെ ഒരു കഷ്ണം മാങ്ങയുണ്ടായി, അത് ചമ്മന്തി ഓടിക്കണം. പിന്നെ അതിലെടുക്ക് ഞാൻ ചോറിന് വെള്ളം വെച്ചു. ചോറ് അവിടെ ആവുമല്ലോ. അപ്പം ചോറിന് വേണ്ടി വെള്ളം വെച്ചു. ഇനിയിപ്പോൾ അരി കഴുകണം. ചോറ് നോക്കണേ, ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, അത് നോക്കണം എത്രയുണ്ടെന്ന്. അങ്ങനെ അരി കഴുകിയിട്ടു. പിന്നെ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് തിളപ്പിക്കല്ലേ വേണ്ടു. വലിയ പണിയൊന്നുമില്ല. പിന്നെ മാങ്ങ ചമ്മന്തിക്ക് കുറച്ച് മാങ്ങയുണ്ടായി, അതും തേങ്ങയും കുറച്ച് മുളകും ഉപ്പും ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഇടുന്നത് ഇവിടെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഞ്ചിയൊന്നും ഇടുന്നില്ല കേട്ടോ. മാങ്ങ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുകയാണേ. അങ്ങനെ കറിയും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറിയിലൊരു വറവ്. കറിയിലെന്ന് പറഞ്ഞാൽ ഞാൻ കടുക് പൊട്ടിച്ച് പിന്നെ അതിൽ കുറച്ച് തേങ്ങ നല്ലോണം വറുത്തിട്ട് ഉണക്കമുളകും കൂടി ഇടും കേട്ടോ. അതാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ഇത്